നമസ്കാരം. പിണറായി സർക്കാർ കൊണ്ടുവന്ന നല്ല മനോഹരമായ ഒരു പദ്ധതിയായിരുന്നു കെയർ. അതിന് ട്രോളുകളും കാര്യങ്ങളും മാറി നിൽക്കട്ടെ. ആ പദ്ധതി പരാജയപ്പെട്ട എന്തുകൊണ്ടാ? അതിന് വിക്ടിംസ് ഉണ്ടാവും എന്നുള്ള കാര്യം ചിന്തിച്ചില്ല. പിണറായി സർക്കാരിന്, മറ്റുള്ളവർക്ക്, പൊതുമരാമത്ത് വകുപ്പിന് ഒന്നും ആ ഒരു ചിന്ത ഉണ്ടായില്ല. മുഖ്യമന്ത്രിക്ക് അടക്കം ആർക്കും ഉണ്ടായില്ല. ഒരു ദീർഘവീക്ഷണം ഉണ്ടായില്ല. ഓരോ പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും ആ പദ്ധതിക്ക് കുറെ വിക്ടിംസ് ഉണ്ടാകും, കുറെ ഇരകൾ ഉണ്ടാകും എന്ന ഒരു പ്രാഥമിക പാഠം അവർ ചിന്തിച്ചില്ല. ഇവിടെ ആ പദ്ധതി അങ്ങ് അടിച്ചേൽപ്പിച്ച് നടത്താൻ ശ്രമിച്ചപ്പോൾ ആ ഇരകളുടെ മണ്ടയിൽ കുറ്റിയടിക്കുന്നത് പോലെ ആയിപ്പോയി കേരളിന്റെ കുറ്റിയിട്ടത്. അതാണ് പരാജയപ്പെട്ടു പോയത്. സത്യത്തിൽ ആ വഴി ഒന്ന് പരിശോധിച്ചിട്ട് ആ വഴി തെരഞ്ഞെടുത്തുകൊണ്ട് ആ വഴിയിൽ ആർക്കൊക്കെയാണോ നഷ്ടം സംഭവിക്കുന്നത് അവരെ പുനരധിവസിപ്പിച്ചുകൊണ്ട് അതിനുശേഷം പദ്ധതി തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് NH-66 പോകുന്നത് പോലെ ആ പദ്ധതിയും പോയനെ, അല്ല രീതി പോയനെ. നല്ലൊരു പദ്ധതിയായിരുന്നു. അത് നടക്കാതെ പോയത് അവരുടെ ആ ഒരു വീക്ഷണം, ദീർഘവീക്ഷണം എന്ന് പറയാൻ പറ്റൂല, ആ സ്പോട്ടിലുള്ള വീക്ഷണം, ഈ ഇരകളെ പരിഗണിക്കാത്ത, മനുഷ്യരായി പോട്ടിലും കാണാത്ത, അവരുടെ മുതലിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് അവരുടെ അടുക്കളയിലും അവരുടെ ബെഡ്റൂമിലും ഹാളിലും ഒക്കെ കുഴികുത്തി കല്ലിട്ട ഒരു ഇവിടെ തന്നെ ഇട്ടേ പറ്റുള്ളൂ, മുറ്റത്തിട്ടാ പോരാ എന്ന് പറയുന്നത് പോലുള്ള ഒരു അവസ്ഥ. വലിയ പ്രതിഷേധം. അതുകൊണ്ടാണ് കേരളയിൽ എങ്ങും എത്താതെ പോയത്. ഏത് പദ്ധതിയും അങ്ങനെ തന്നെ. അതിൽ നിന്നും മാറിയിട്ടാണ് ഇപ്പോൾ VD സതീശൻ സർക്കാർ ഒരു മാറ്റം കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഫണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നയം മാറണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മുടെ കൂടെ സപ്പോർട്ട് വേണം. ഇത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം VD സതീശൻ നിയമസഭയിൽ ഒരു പ്രസംഗം പ്രസംഗിച്ചു. ഏതൊരു പദ്ധതിയും, വലിയ ബൃഹത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന് ഇരകൾ ഉണ്ടാവുമെന്നും ആ ഇരകളെ എങ്ങനെ പരിഹരിക്കണമെന്നും എന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു പ്രസംഗം സമീപകാലത്ത് ഇത്രയും ദീർഘവീക്ഷണമുള്ള മറ്റൊരു പ്രസംഗം കേട്ടിട്ടില്ല. നമ്മൾ വികസനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, ഡെവലപ്മെന്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. സാർ, ഓരോ പ്രദേശത്ത് ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഡെവലപ്മെന്റ് വിക്ടിംസ് എന്ന് പറയുന്ന വികസനത്തിൻ്റെ ഇരകൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ വികസന പാക്കേജിനോടൊപ്പം ആ വികസനത്തിൻ്റെ ഇരകളെ, ഡെവലപ്മെന്റ് വിക്ടിംസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാകണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ പ്രത്യേകമായി 475 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വെച്ചത്. നമുക്കറിയാം, ഇത് ക്ലൈമറ്റ് ചേഞ്ച് വന്നതിന് ശേഷം തീരെ ശോഷണം ഉണ്ടാകുകയാണ്. ഇപ്പോൾ ഒരു പ്രദേശത്ത് 14,000 മീറ്റർ ദൂരത്തിൽ ഒരു ഭിത്തി വരുമ്പോൾ, കടൽ ഭിത്തിയാണ് വരുന്നത് പോർട്ടിൻ്റെ ഭാഗമായിട്ട്, അത്രയും പ്രദേശത്ത് കടലാക്രമണം ഉണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള ഭാഗത്തേക്കുള്ള കടലാക്രമണം രൂക്ഷമാകുകയും ചെയ്യും. അതൊരു സാധ്യതയാണ്. അപ്പോൾ ഞാൻ തന്നെ ഈ നിയമസഭയിൽ വന്ന് വലിയ തുറയിൽ സിമന്റ് ഗോഡൌണിൽ കടന്നിരുന്ന കുടുംബങ്ങളെക്കുറിച്ച് ഈ നിയമസഭയിൽ വന്ന് കൈകൂപ്പി സംസാരിച്ചിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഏത് ഡെവലപ്മെൻ്റ് ഉണ്ടായാലും അതിനോടനുബന്ധിച്ച് ഡെവലപ്മെൻറ്റ് വിക്ടിംസ് ഉണ്ടായാൽ അവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം തന്നെയായിരിക്കും. ഈ വിഴിഞ്ഞം, അതാണ് പോർട്ട് സിറ്റി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 ഭാഗമെങ്കിലും തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്കെന്താ ഒരു അഡ്വാൻറ്റേജ്? നമ്മുടെ ഏത് ഗ്രാമത്തിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ കിട്ടും, മെക്കാനിക്കൽ എഞ്ചിനീയറെ കിട്ടും, ഒരു MBA-കാരനെ കിട്ടും, MCA വേണോ? എല്ലാ വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും ടാലന്റ് ഉള്ളതുമായ ആളുകൾ നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരേ അവസരത്തിൽ ഏത് സ്ഥലത്ത് വികസനം വന്നാലും ആ വികസനം നടക്കുന്ന സ്ഥലത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനു കൂടി മാറ്റമുണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശം ഈ ഗവൺമെൻറ്റിന് ഉണ്ടാകും. ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളോടൊപ്പം കൂടെ നിൽക്കുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. Different angles. Don't forget to subscribe and support this channel.